കൊച്ചി സ്വദേശിയായ ഡി ക്രൂസിന്റെയും കൊല്ലം സ്വദേശിനിയായ ജൂഡിയുടെയും മകളായി മറിയ ഡി ക്രൂസ് ജനിച്ചു. കൊച്ചിയിൽ ഇന്ത്യൻ നേവിയിൽ ഓഫീസറായിരുന്നു ഡി ക്രൂസ്. ക്രിസ്റ്റീന ഡി ക്രൂസ് എന്ന് ഒരു മകൾ കൂടിയുണ്ട്. നേവിയിലെ ജോലി അവസാനിപ്പിച്ച് ഡി ക്രൂസിന്റെ കുടുംബം ഊട്ടിക്കടുത്ത് മേട്ടുപ്പാളയത്തേക്ക് മാറി. അവിടെ വിക്കോസ് എന്ന കമ്പനിയിൽ സുരക്ഷാ വിഭാഗത്തിൽ ഡി ക്രൂസ് ജോലി ചെയ്യവേ സ്കൂളിലും കമ്പനി ജീവനക്കാരുടെ ആർട്സ് ക്ലബ്ബ് പരിപാടികളിലും മറിയ നർത്തകിയായും നാടകനടിയായും ശ്രദ്ധ നേടിയിരുന്നു. അക്കാലത്ത് ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് മേട്ടുപ്പാളയത്തിൽ നടക്കുമ്പോൾ കാണാൻ വന്ന മറിയയെ കണ്ട സംവിധായകൻ കുറച്ചു ചിത്രങ്ങൾ പകർത്തി. അതുകണ്ട കന്നഡ സംവിധായകൻ ദ്വാരകീഷ് സംവിധാനം ചെയ്ത ഗൗരി കല്യാണത്തിൽ നായികയായി മറിയയ്ക്ക് അവസരം നൽകി. അങ്ങനെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയായ ഉടനെ മറിയ നിത്യ എന്ന പുതിയ പേരിൽ ഹർഷവർദ്ധന്റെ നായികയായി കന്നഡയിൽ അരങ്ങേറി. സിനിമ വിജയമായതോടെ നിത്യ എന്ന പേരിൽ ഉപേന്ദ്ര റാവു സംവിധാനം ചെയ്ത തരളേ നന്ന മഗ എന്നൊരു കന്നഡ ചിത്രത്തിൽ കൂടി നായികയായി. ശ്രദ്ധ പതിപ്പിച്ച് മറിയ മേട്ടുപ്പാളയത്തേക്ക് മടങ്ങി. +2 വിദ്യാർത്ഥിനിയായിരിക്കെ മേട്ടുപ്പാളയത്ത് ചിത്രീകരിച്ച പ്രിയദർശന്റെ മിന്നാരത്തിലെ നവവധുവിന്റെ വേഷം ചെയ്യാൻ മറിയയ്ക്ക് അവസരം കിട്ടി. മിന്നാരത്തിന് ശേഷം കമ്പോളം, മാന്ത്രികം, നിർണയം, കാലാപാനി, പല്ലാവൂർ ദേവനാരായണൻ, ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, മേഘം, ഉദയപുരം സുൽത്താൻ എന്നിവയിലെ കൊച്ചു വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. മറിയ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവർ MA ബിരുദം നേടിയിരുന്നു. 2000 മുതൽ മലയാള സിനിമാ വ്യവസായത്തിൽ വന്ന ചുവടുമാറ്റം കലാമൂല്യത്തേക്കാൾ ലൈംഗികാതിപ്രസരമുള്ള B ഗ്രേഡ് സിനിമകളിലേക്കായി. ഉദയപുരം സുൽത്താനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാതര എന്ന ചിത്രത്തിലേക്ക് മറിയ കരാറാവുന്നത്. ഹൈലൈറ്റ് ക്രിയേഷന്റെ ബാനറിൽ ബെന്നി പുളിക്കൽ സംവിധാനം ചെയ്ത കാതയിലെ വേഷം മറിയയ്ക്കും മുൻനിര B ഗ്രേഡ് നായികമാരായ ഷക്കീല, രേഷ്മ തുടങ്ങിയവർക്കൊപ്പം സ്ഥാനം നേടിക്കൊടുത്തു. മറിയ നായികയായോ പ്രധാന കഥാപാത്രമായോ എത്തിയ അത്തരം ചിത്രങ്ങൾ വലിയ സാമ്പത്തിക വിജയമാവുകയും മറിയയ്ക്ക് ധാരാളം ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തു. അനന്തപുരം രാജകുമാരിയിൽ അഭിനയിക്കവേ നായികയായി ഒരേ സമയം 6 ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതായി മറിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മലയാളത്തിൽ ചെയ്ത കഥാപാത്രങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ധാരാളം സിനിമകൾ തമിഴിലും കന്നഡത്തിലും മറിയയ്ക്ക് അക്കാലത്ത് ലഭിച്ചിരുന്നു. മിക്ക മറിയ ചിത്രങ്ങളും ഒരേ സമയം 3ഓ 4ഓ ഭാഷകളിൽ പുറത്തിറങ്ങിയിരുന്നു. 2001-ൽ ശിവയുടെ സംവിധാനത്തിൽ മറിയ എന്ന് സ്വന്തം പേരിലുള്ള ചിത്രത്തിൽ നായികയാവാനും മറിയയ്ക്ക് അവസരം ലഭിച്ചു. തുടർന്ന് ഫോർട്ട് കൊച്ചി എന്ന ചിത്രത്തിൽ നൃത്തരംഗത്തിൽ മറിയ അഭിനയിച്ചു. അരനൂറ്റാണ്ടിലേറെക്കുറെ മലയാളം സോഫ്റ്റ് പോൺ കുത്തൊഴുക്കിന്റെ കാലഘട്ടം 2004-ൽ അവസാനിക്കുന്ന സമയത്ത് മറിയ പ്രേതമായി അഭിനയിച്ച് നിശീദിനിയും വിജയചിത്രമായി. ദേവൻ നായകനായ ഈ ചിത്രത്തിൽ യേശുദാസ്, ചിത്ര, വേണുഗോപാൽ എന്നിവർ പാടിയ ഗാനങ്ങളുണ്ടായിരുന്നു. കാതരയ്ക്ക് ശേഷം താൻ അഭിനയിച്ച ഒരു ചിത്രം പോലും കണ്ടിട്ടില്ലെന്നും പക്ഷേ തന്റെ രംഗങ്ങളെല്ലാം പൂർണ്ണ മനസ്സോടെ താൻ അഭിനയിച്ചതാണെന്നും മറിയ അഭിമുഖങ്ങളിൽ സമ്മതിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് യോഗ പരിശീലിക്കുകയും ആസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്ത മറിയ സിനിമകളിൽ നിന്ന് വിട്ടുനിന്നു.